ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്, ദിസ് ഇസ് AJ ഫ്രം റേസ്. സോ നീറ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഒരുപാട് പാരൻസും സ്റ്റുഡൻസും ഒക്കെ ചോദിക്കാറുണ്ട്, ഒരു MBBS സീറ്റ് ലഭിക്കാൻ ഈ വർഷം എത്രത്തോളമായിരിക്കും സ്കോർ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നീറ്റിൻ്റെ സ്കോർ നമ്മൾക്ക് കമ്പയറബിൾ അല്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് ഈ ഒരു സ്കോറിലേക്ക് എത്തണമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓരോ വർഷത്തെയും എക്സാം എത്രമാത്രം ടഫ് ആകുന്നു, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരിക്കും, അതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ആ വർഷം അറ്റൻഡ് ചെയ്യുന്ന നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം. ഇതൊക്കെ കണക്കിലെടുത്തായിരിക്കും കട്ട് ഓഫ് വരിക. അതേപോലെ തന്നെ ഒരു ഗവൺമെൻറ് സീറ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ MBBSന് ഒരു സീറ്റ് ലഭിക്കാൻ എത്ര സ്കോർ വേണ്ടി വരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുക. എനിവേ, കഴിഞ്ഞ 2 വർഷങ്ങളിലെ ഓരോ ഗവൺമെൻറ് കോളേജിലും അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ റാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, അതായത് റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, ഓൺ ഗോയിങ് സ്റ്റുഡൻസ് ഉണ്ടാകും, NCERT ഓറിയൻറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. NCERT ലൈൻ ബൈ ലൈൻ നിങ്ങൾ പഠിച്ചിരിക്കണം. എപ്പോഴും നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുക NCERT തന്നെയായിരിക്കും. അത് കഴിഞ്ഞ വർഷം നീറ്റ് എക്സാം എഴുതിയ കുട്ടികൾക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ NCERTയിലെ ആൻസർ ഏതാണോ ആ ആൻസർ ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് പരിഗണിക്കുക. സോ NCERT നന്നായിട്ട് വായിക്കുക. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. എക്സാമിന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഓരോ ചോദ്യവും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് ആ ഒരു പ്രാക്ടീസ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പഠിച്ച പോർഷൻസ് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. പഠിച്ചത് ക്ലിയർ ആയിട്ട് പഠിക്കുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വിട്ടേക്കുക. ഏറ്റവും നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു കോൺഫിഡൻസ് തരും. ഓക്കെ, യെസ്. എനിവേ, നമ്മൾ നോക്കുകയാണ് എങ്ങനെയൊക്കെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, ഏത് പാറ്റേണിൽ പഠിക്കണം എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. 2023, 2024 ഏത് റാങ്കുകാർക്ക് ഒരു ഗവൺമെൻറ് MBBS സീറ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ് സീറ്റ് ലഭിക്കുന്നു നമുക്ക് പറയാൻ സാധിക്കും. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ റാങ്ക് അല്ലെങ്കിൽ ആ ഒരു സ്കോർ ലക്ഷ്യം വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആ ഒരു റാങ്ക് ആയിരിക്കണം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ ഞാൻ ഈ റാങ്കിലേക്ക് എത്തിച്ചേരണം, എനിക്ക് ഈ കോളേജിലാണ് ഇന്ന സീറ്റിലാണ് പഠിക്കേണ്ടത്. MBBSനോ അല്ലെങ്കിൽ BDSനോ BUMSനോ നീറ്റ് സ്കോർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിരവധി കോഴ്സുകളുണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കോഴ്സ് തന്നെ ഒപ്റ്റ് ചെയ്യുക. അതിനുവേണ്ടി എത്തിച്ചേരേണ്ട റാങ്കിന് വേണ്ടി പരിശ്രമിക്കുക. ഓക്കെ, ഇത് 2023ലെയും 2024ലെയും തേർഡ് ഫേസ് അലോട്ട്മെന്റിന്റെ റാങ്ക് ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങൾക്കറിയാം 4 അലോട്ട്മെന്റ് ഘട്ടങ്ങളാണുള്ളത്. അതിൽ മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാം. കാരണം അതിനുശേഷം വരുന്നത് സ്ട്രേ വേക്കൻസി ആണ്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ സ്ട്രേ വേക്കൻസി റൗണ്ടിൽ ഉണ്ടാവും. സോ തേർഡ് ഫേസ് നോക്കിയാൽ 2023ൽ ഓപ്പൺ വിഭാഗത്തിന് ലാസ്റ്റ് റാങ്ക് വന്നത് 864 ആണ്. എന്നാൽ ഈ വർഷം ഓപ്പൺ വിഭാഗം 954 റാങ്കുകാരന് വരെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. 2023ൽ നോക്കുകയാണെങ്കിൽ 864 റാങ്കുകാരന് 640 ആയിരുന്നു നീറ്റ് സ്കോർ. അപ്പോൾ നിങ്ങളൊരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ, അതായത് യാതൊരു റിസർവേഷനും ഇല്ലാത്ത ഓപ്പൺ വിഭാഗമാണെങ്കിൽ 640 സ്കോർ ലഭിച്ച ആൾക്കാണ് 2023 തേർഡ് അലോട്ട്മെന്റിൽ തേർഡ് ഫേസിൽ അവസാനമായിട്ട് ഒരു ഗവൺമെന്റ് സീറ്റ് ലഭിക്കുന്നത്. എന്നാൽ 2024ലേക്ക് വരുമ്പോൾ അത് റാങ്ക് ഉയർന്നിട്ടുണ്ട്. 954 റാങ്കുകാരന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നീറ്റ് സ്കോർ 675 ആണ്. അതായത് ഓപ്പൺ വിഭാഗത്തിൽ 675കാരനാണ് അവസാനമായിട്ട് അഡ്മിഷൻ ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു സ്ട്രേ വേക്കൻസി ഇല്ല, തേർഡ് ഫേസിന്റെ കാര്യമാണ് പറയുന്നത്. സ്ട്രേ വേക്കൻസി എവിടെയെങ്കിലും ഒഴിവ് വരുന്ന സീറ്റുകളാണ്. ഓക്കെ, ആൻഡ് EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ എടുക്കുകയാണെങ്കിൽ 2023ൽ 3334 റാങ്കുകാരന് വരെ അഡ്മിഷൻ ലഭിച്ചു. ആ കുട്ടിയുടെ നീറ്റ് സ്കോർ 585 ആണ്. ആൻഡ് ഈ വർഷം വരികയാണെങ്കിൽ ഇക്കണോമിക്കലി വീക്കർ സെഷനിൽ 3320. അതാണ് റാങ്ക് എപ്പോഴും കമ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കും. 3300 റാങ്ക് അടുപ്പിച്ച് വന്ന കുട്ടിക്കാണ് ഇക്കണോമിക്കലി വീക്കർ സെഷനിൽ കഴിഞ്ഞ 2 വർഷങ്ങളിലും ഗവൺമെൻറ് MBBS സീറ്റ് ലഭിച്ചത്. പക്ഷേ സ്കോറിൽ വലിയ വേരിയേഷൻ ഉണ്ട്. സ്കോർ നിങ്ങൾ കമ്പയർ ചെയ്യണ്ട. കാരണം ഈ വർഷം നീറ്റ് എത്രമാത്രം ടഫാണോ അതോ ഈസി ആണോ? ചിലപ്പോൾ ഈസി ആണെങ്കിൽ സ്കോർ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ടഫ് ആണെങ്കിൽ സ്കോർ ഇനിയും താഴും, കട്ട് ഓഫ് താഴാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഓരോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും കിട്ടാനുള്ള റാങ്ക്, ആ റാങ്കിൻ്റെ സ്കോർ കുറയാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ എക്സാമിന് ശേഷം മാത്രമേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കൂ. എനിവേ, ഇക്കണോമിക്കലി വീക്കർ സെഷൻ 3320 ആണ് റാങ്ക്. 643 ആയിരുന്നു നീറ്റ് സ്കോർ.
ആൻഡ് നമുക്ക് 2024 കംപ്ലീറ്റ് നോക്കാം അല്ലേ. ഈഴവ കാറ്റഗറി 2483 അഡ്മിഷൻ ലഭിച്ചു. 652 നീറ്റ് സ്കോർ ആയിട്ട് ലഭിച്ചത്. മുസ്ലിം കാറ്റഗറി 1729 2024 ലഭിച്ച ലാസ്റ്റ് റാങ്ക്. 662 കുട്ടിയുടെ സ്കോർ നീറ്റ് സ്കോർ ആയിട്ട് വരുന്നത്. BH ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി 2253 ആൻഡ് 655 നീറ്റ് സ്കോർ. LA കാറ്റഗറി 3101 645 നീറ്റ് സ്കോർ. DV കാറ്റഗറി 8490 589 നീറ്റ് സ്കോർ. VK കാറ്റഗറി 2197 656 നീറ്റ് സ്കോർ. BX 4070 നീറ്റ് സ്കോർ 635. KU കാറ്റഗറി 14436 റാങ്കിനാണ് അവസാനമായി അഡ്മിഷൻ ലഭിക്കുന്നത്. 524 നീറ്റ് സ്കോർ. KN കാറ്റഗറി 9950 അഡ്മിഷൻ ലഭിച്ചു. 574 നീറ്റ് സ്കോർ. SC കാറ്റഗറി 14549 523. ST കാറ്റഗറി 22304 415 നീറ്റ് സ്കോർ. നീറ്റ് സ്കോർ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഈ റാങ്ക് ഒന്ന് മനസ്സിൽ വെച്ചോളൂ. യെസ്. ആൻഡ് 2023 വരികയാണെങ്കിൽ ഓപ്പൺ വിഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 864 ലഭിച്ച നീറ്റ് സ്കോർ 640 ആയിരുന്നു. EW കാറ്റഗറി ആണെങ്കിൽ 3334 നീറ്റ് സ്കോർ 585 ആണ്. ഈഴവ കാറ്റഗറി 1822 സ്കോർ 612. MU 1313 സ്കോർ 626. BH 2915 592 നീറ്റ് സ്കോർ. LA കാറ്റഗറി 4698 564 നീറ്റ് സ്കോർ. DV 6519 537 നീറ്റ് സ്കോർ. VK കാറ്റഗറി 2154 റാങ്ക്, കേരള റാങ്ക് ആണ്. ആൻഡ് സ്കോർ വരുന്നത് 605. BX കാറ്റഗറി 3331 585. KU കാറ്റഗറി 14530 432 നീറ്റ് സ്കോർ. KN 9025 503 നീറ്റ് സ്കോർ. SC കാറ്റഗറി 13377 447 നീറ്റ് സ്കോർ. ST കാറ്റഗറി 21657 341 നീറ്റ് സ്കോർ. അപ്പോൾ നീറ്റ് സ്കോർ ഒരിക്കലും കമ്പയർ ചെയ്യല്ല. നിങ്ങൾ എന്തായാലും ഒരു റാങ്ക് ലക്ഷ്യം വെച്ച് പഠിച്ചോളൂ. ഒരു 800 900 റാങ്കിൽ വന്നാൽ മാത്രമേ ഓപ്പൺ വിഭാഗത്തിൽ യാതൊരു റിസർവേഷനും കൂടാതെ നിങ്ങൾക്കൊരു ഗവൺമെൻറ് MBBS സീറ്റ് ലഭിക്കൂ. ഓക്കെ, ഇനി ഒരുപാട് കോളേജുകൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവും. ചില ആളുകൾ കോഴിക്കോട് എല്ലാ കോളേജും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ മെഡിക്കൽ സീറ്റും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. എന്നാലും ചില സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും, ചില കോളേജിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. സോ നമുക്ക് 1-2 കോളേജുകൾ ഒന്ന് നോക്കാം. ഇപ്പോൾ കോഴിക്കോട് കാലിക്കറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നോക്കാം. കഴിഞ്ഞ വർഷം 3rd അലോട്ട്മെൻറ്റിൽ 275 റാങ്കുകാരനാണ് കാലിക്കറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അവസാനമായിട്ട് അഡ്മിഷൻ ലഭിക്കുന്നത്. 275. ഓക്കെ. ആൻഡ് ഈഴവ കാറ്റഗറി ആണെങ്കിൽ അത് 495 മുസ്ലിം കാറ്റഗറി 320 റാങ്കുകാരനാണ് കോഴിക്കോട് അഡ്മിഷൻ ലഭിച്ചത്. ഇനി ആലപ്പുഴ നോക്കുകയാണെങ്കിൽ ഓപ്പൺ വിഭാഗം 849 അഡ്മിഷൻ ലഭിച്ചത്. നമ്മൾ പറഞ്ഞു 954 954 അവസാനം അഡ്മിഷൻ ലഭിച്ചത് അല്ലേ. ആ കോളേജ് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളത്താണ് 954 അഡ്മിഷൻ ലഭിക്കുന്നത്. ദെൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് 952 ഓപ്പൺ വിഭാഗത്തിൽ അവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി നമുക്ക് അതേ കോളേജുകൾ കാലിക്കറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SC കാറ്റഗറി ആണെങ്കിൽ കാലിക്കറ്റിൽ 7645 KU കാറ്റഗറി ആണെങ്കിൽ 10090 10,090 ആണ്. ആൻഡ് ST കാറ്റഗറി ആണെങ്കിൽ കാലിക്കറ്റ് അഡ്മിഷൻ ലഭിച്ചത് 15108. EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആണെങ്കിൽ കാലിക്കറ്റ് അഡ്മിഷൻ ലഭിച്ചത് 1252. അപ്പോൾ ഇത് പരിശോധിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ് എവിടെയാണ്, അവിടേക്കൊരു റാങ്ക് എത്രയാണ് വേണ്ടി വരിക എന്നറിയാം. ഇത് 3rd ഫേസിൻ്റെ തന്നെയാണ്. ഇനി സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് ഏത് റാങ്ക് വേണമെന്ന്, എത്ര റാങ്ക് വരെ എത്തണമെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സെൽഫ് ഫിനാൻസിങ് കോളേജസ് നോക്കാം. അൽ അസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. ഓപ്പൺ വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം 9551, അതായത് ഏകദേശം 10,000 റാങ്കിനോട് എടുത്തു വന്നാൽ
സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ സാധ്യതയുണ്ട്. ഓക്കെ, അൽ അസറിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ദെൻ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂർ, അവിടെ 2671 സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഓപ്പൺ വിഭാഗത്തിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ദെൻ എസീസിയയിൽ 8239 ഉണ്ട്. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് തിരുവല്ലയാണ്. ബിലീവേഴ്സിൽ അഡ്മിഷൻ ലഭിച്ചത് 3584 ഓക്കെ. ദെൻ ഒരുപാട് കോളേജസ് ഉണ്ട് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ. ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമൂട് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള ഒരു കോളേജാണ്. ഓപ്പൺ വിഭാഗം 3997 ആ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത്. ദെൻ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് പത്തനംതിട്ട 9020 ഓപ്പൺ വിഭാഗത്തിൽ അവിടെ അഡ്മിഷൻ ലഭിച്ചത്. അപ്പോൾ ഏകദേശം ഒരു 2000 മുതൽ 10,000 വരെയൊക്കെ വേരിയേഷൻ വന്നിട്ട് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അത് ഓപ്പൺ വിഭാഗത്തിൻ്റെ കാര്യമാണ്. ബാക്കി കാറ്റഗറീസ് എടുക്കുമ്പോൾ അതിലും കുറവ് റാങ്കുകാർക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ എനിവേ നല്ലൊരു റാങ്ക് തന്നെ ലക്ഷ്യം വെച്ച് പഠിക്കുക. ഇതൊന്നുമല്ല കാര്യം, റാങ്കുകൾ അറിയണം എന്നുള്ള ആകാംക്ഷ കാണും. ഏത് റാങ്ക് കിട്ടിയാലാണ് എനിക്കൊരു സീറ്റ് കിട്ടുക, ആ റാങ്കിന് വേണ്ടി പഠിക്കണം, ആ ഒരു ആകാംക്ഷ, ഒരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടി മാത്രം പറയുന്നതാണ്. നിങ്ങൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിക്കുക. NCERT ബേസ് ചെയ്ത് തന്നെ പഠിക്കുക. ഏറ്റവും പുതിയ NCERTയിലുള്ള ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഒഴിവാക്കിയ പോർഷൻസ് ഒക്കെ എവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, സിലബസിൽ കെമിസ്ട്രി ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് പോർഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് എഴുതുന്ന കുട്ടികൾ, റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ച് നീറ്റിൻ്റെ സിലബസ് അവർക്ക് നന്നായി അറിയാമായിരിക്കും. ഓൺഗോയിങ് സ്റ്റുഡൻസ് നന്നായിട്ട് സിലബസ് അനലൈസ് ചെയ്ത് തന്നെ പഠിക്കുക. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന കാര്യമാണ്. അപ്പോൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് ഏറ്റവും ഫാസ്റ്റായി ഓരോ ക്വസ്റ്റിനെയും അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഫാസ്റ്റായിട്ട് വളരെ കുറഞ്ഞ സമയത്തിൽ ഓരോ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക. എല്ലാ ടോപ്പിക്കും നന്നായി പഠിക്കുക. പഠിച്ച പോർഷൻസ് വീണ്ടും റിവൈസ് ചെയ്യുക. ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പഠനം കൂടി ഓൺഗോയിങ് സ്റ്റുഡൻസ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. എനിവേ നന്നായിട്ട് പഠിക്കുക. ഈ വർഷം തന്നെ നിങ്ങൾ ആഗ്രഹിച്ചൊരു കോളേജിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു സീറ്റ് നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ആൻ്റണി, നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.